നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ തുളസി. ഇന്ന് നമ്മൾ മറ്റ് വാർത്തകളും വിശേഷങ്ങളും എല്ലാം മാറ്റിവെക്കുകയാണ്. നവകേരള യാത്ര കുണ്ട്രയിൽ വന്ന ദിവസമാണ്. മുഖ്യമന്ത്രിക്ക് വിളംബര നാടിനോട് എന്താണ് പറയാനുണ്ടായിരുന്നത് അത് കേൾക്കാനും അതറിയാനും നിങ്ങൾക്കൊക്കെ വലിയ താല്പര്യമുണ്ടാകും. ഒപ്പം നവകേരള സഭത്തിൻ്റെ വിശേഷങ്ങൾ കൂടി ചേർത്ത് ഇന്ന് അത് മാത്രമായി ഞങ്ങൾ വാർത്ത ചെയ്യുന്നു. നമുക്ക് വാർത്തയിലേക്ക് പോകാം. കേരള വിരുദ്ധതയിൽ BJPക്കും UDFനും ഒരേ മനസ്സ്. പിണറായി വിജയൻ. കേരളത്തെ തകർക്കുന്നതിലും കേരള വിരുദ്ധതയിലും BJPക്കും UDFനും ഒരേ മനസ്സാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സ് കുണ്ട്രയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്ന് ആകെയുള്ള 20 MPമാരിൽ 18 പേരും UDF ആണ്. ഒരിക്കൽ പോലും കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തിയിട്ടില്ല. മാത്രവുമല്ല, മതേതരത്വം തകർക്കുന്ന സന്ദർഭങ്ങളിൽ പോലും മതേതരത്വത്തിനായി പാർലമെന്റിൽ ശബ്ദമുയർത്താൻ ഒരിക്കൽ പോലും ഇവർ തയ്യാറായിട്ടില്ല. BJPയുടെ കേരള വിരുദ്ധത നമുക്ക് മനസ്സിലാകും, എന്നാൽ UDFന്റെ മനോഭാവം മനസ്സിലാകുന്നില്ല. കേരളത്തിന് നികുതി നൽകാത്തതിനെതിരെ പോലും ഇവർ ശബ്ദിക്കുന്നില്ല. സ്വാഗത സംഘം ചെയർമാൻ J. മേഴ്സിക്കുട്ടിയമ്മ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ J. ചിഞ്ചുറാണി, അഹമ്മദ് ദേവർത്തോട്ടത്തിൽ, K. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനകളുടെ കലാപരിപാടികളും നടന്നു. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫർ ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ. ഓരോ പർച്ചേസിനോടുമൊപ്പം ക്രിസ്മസ് കേക്കും വിലയേറിയ നിരവധി സമ്മാനങ്ങളും. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ മറ്റെങ്ങും ലഭിക്കാത്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ചിന്നൂസ് ബിഗ് വാല്യൂ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ 400 രൂപ അധികം നേടാം. വിവാഹ പാർട്ടികൾക്ക് 2% പണിക്കൂലിയിൽ ആരംഭിക്കുന്ന പരിണയ ബ്രൈഡൽ കളക്ഷനുകൾ. കൂടാതെ ഫെസ്റ്റിവൽ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ.
കൊട്ടിയിൽ റെസ്റ്റോറന്റ്, കൊട്ടിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചിയിൽ ഈവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9809512541 9446107567 9567288311 8943326520. കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞങ്ങൾ കഴിഞ്ഞ നവംബർ 18 മഞ്ചേശ്വരത്ത് നിന്ന് നവകേരള യാത്ര ആരംഭിച്ചത്. മഞ്ചേശ്വരം മുതൽ ഇപ്പോൾ കൊല്ലം വരെ, കൊല്ലത്ത് കുണ്ടള വരെ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ സമാപനം കൊല്ലത്തുമാണ്. യഥാർത്ഥത്തിൽ ഈ 32 ദിവസവും കേരളത്തിൻ്റെ പൊതുവായ വികാരമാണ് കാണാൻ നമുക്ക് സാധിച്ചത്. ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. അത് നാടിനു വേണ്ടിയാണ്. നാടിനെ തകരാൻ അനുവദിക്കരുത്. തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതായാണ് പതിനായിരങ്ങൾ ഓരോ മണ്ഡല കേന്ദ്രത്തിലും എത്തിച്ചേരുന്നത്. അത് ഇത്തരം ശ്രമം നടത്തുന്നവർക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ്. ഞങ്ങൾ കേരളീയർ, ഞങ്ങളുടെ നാട് സംരക്ഷിക്കപ്പെടണം. കൂടുതൽ പുരോഗതിയിലേക്ക്, കാലാനുസൃതമായ പുരോഗതിയിലേക്ക് ഞങ്ങൾക്ക് കുതിക്കണം. അതിന് തടസ്സങ്ങളുണ്ടാകണം. ആ തടസ്സങ്ങൾ അനുവദിക്കാനാവില്ല. ഇതാണ് ഈ സദസ്സിലൂടെ ജനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഒരേ സമയം ആവശ്യവും താക്കീതും അടങ്ങിയതാണ് ഈ സദസ്സ്. കേരളത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, തടസ്സങ്ങൾ ഉണ്ടാക്കരുത് എന്നതാണ് ഉയർത്തുന്ന ആവശ്യം. അതേസമയം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെയുള്ള ശക്തമായ താക്കീതായി ഈ നവകേരള സദസ്സ് മാറുകയാണ്. അതാണ് എല്ലാ പ്രദേശത്തും ഒരുപാട് കൂട്ടായ്മകൾ നേരത്തെ നടന്നിട്ടുണ്ട്. ആ കൂട്ടായ്മകളെല്ലാം അതിജീവിക്കുവാനുള്ള കൂട്ടായ്മയായി നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ മാറുന്നത്. ഇത് നവകേരള സദസ്സിൻ്റെ മാത്രമായ ഒരു പ്രത്യേകത. നമ്മുടെ ഭാവി സുരക്ഷിതമാണ് എന്ന സന്ദേശം ഇതിലൂടെ ഉയരുകയാണ്. കാരണം ഒരുമയോടെ ഐക്യത്തോടെ നീങ്ങുന്ന ജനതയുള്ള ഒരു നാടിനെ ആർക്കും തകർക്കാനാവില്ല. അത്തരമൊരു നാട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. അതാണ് ഈ നവകേരള സദസ്സിൻ്റെ പ്രത്യേകത. നവകേരള സദസ്സ് കേരളം ഒന്നാകെ നടത്തേണ്ട ഒന്നായാണ് ഞങ്ങൾ കണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി
എല്ലാവരും യോജിച്ച് കേരളത്തിൻ്റെ ആവശ്യം ഉയർത്തുക. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് ഇതിനോടൊപ്പം യോജിക്കാനാവുന്നില്ല. അവര് ഈ പരിപാടി പ്രഖ്യാപിച്ച ഉടനെ ഇത് ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് എന്ന മറുപ്രഖ്യാപനം നടത്തി. എന്താണ് ബഹിഷ്കരിക്കാൻ ഇടയാക്കിയത്? ഞങ്ങളുടെ ഭാഗത്ത്, സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പിശകുണ്ടായി, ആ പിശകിൻ്റെ ഭാഗമായാണോ ഇവർക്ക് ബഹിഷ്കരിക്കേണ്ടി വന്നത്? ഇതിൻ്റെ സംഘാടന ഞങ്ങൾ ഉദ്ദേശിച്ചത് എല്ലാ മണ്ഡലങ്ങളിലും അവിടെയുള്ള MLA-യുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി വരിക. അവിടെ നവകേരള സദസ്സ് MLA അധ്യക്ഷത വഹിക്കുക. ഇതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ 41 മണ്ഡലങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തെ UDF MLA-മാരാണ് ഈ ചുമതലയെല്ലാം വഹിക്കുന്നത്. എന്തിനാണ് അവർ ഈ ചുമതല വഹിക്കാതിരുന്നത്? ബഹിഷ്കരിക്കാനുള്ള ഒരു കാരണവും ഇതേവരെ അവർക്ക് പറയാനായിട്ടില്ല. ബഹിഷ്കരണാക്കാനും അവരുടെ തന്നെ നേതാക്കൾക്കടക്കം സ്വീകരിക്കാനും കഴിയുന്നില്ല. പാലക്കാട് ഞങ്ങളെത്തിയപ്പോൾ പാലക്കാട് MLA കോൺഗ്രസ് നേതാവാണ്. അവിടെ ഞങ്ങളുടെ പ്രഭാത സദസ്സിൽ പങ്കെടുത്തത് AV ഗോപിനാഥ് എന്ന കേരളത്തിലെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ആ യോഗത്തിൽ പരസ്യമായി തന്നെ ചോദിച്ചു, എന്താണ് ഇവിടുത്തെ MLA ഇവിടെ ഇല്ലാത്തത്? മന്ത്രിസഭയാകെ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ MLA ഇവിടെ വേണ്ടേ? പാലക്കാടിൻ്റെ പ്രശ്നങ്ങൾ മന്ത്രിസഭയുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള സമയം എന്തിനാണ് ഒഴിവാക്കിയത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു തരത്തിലും മനസ്സിലാകുന്നില്ല ഇതെന്തിനാണ് ബഹിഷ്കരിച്ചത്. ബഹിഷ്കരിച്ചവർക്ക് അതിൻ്റെ ന്യായവിധേയവരെ പറയാൻ കഴിഞ്ഞിട്ടുമില്ല. ഇത് ഒരു ഗോപിനാഥിൻ്റെ ശബ്ദമല്ല, പല ഗോപിനാഥന്മാരാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളും കാണാൻ കഴിയുന്നത്. അവരെല്ലാം ഇതേ ചോദ്യം ചോദിക്കുന്നവരാണ്. ഞങ്ങൾ പത്തനംതിട്ട എത്തിയപ്പോൾ അവിടുത്തെ വലിയ 2 പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ACC ഭാരവാഹിത്വം അടക്കം പ്രസിഡന്റ് സ്ഥാനമടക്കം വഹിച്ചത്. അവിടെ പ്രഭാത സദസ്സിൽ ഞങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോൾ കാണുക. അപ്പോൾ സാധാരണ ലോകമൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എല്ലാം തീരുമാനിച്ചു തന്നെയാണോ വന്നത്? തീരുമാനിച്ചു തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കാണാം എന്നാണ് അവരുടെ നിലപാട്. അതായത് നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടപടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വന്നത് എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നടപടി എടുത്തെങ്കിൽ അവിടെ കാണാം എന്ന നിലയിലാണ് അവരുടെ പ്രതികരണം.
അവർ നവകേരള സദസ്സിൽ പരസ്യമായി കാര്യങ്ങൾ പറയുകയും ചെയ്തു. പത്തനംതിട്ടയിലെ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്തരം പ്രശ്നങ്ങൾ മന്ത്രിസഭയാകെ ഇവിടെ വരുമ്പോൾ പറയേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. അതിൽ തന്നെയാണ് ഞങ്ങൾ വന്നത്. ഇത് പരിഷ്കരിക്കണമെന്ന് പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മന്ത്രിസഭയാകെ ഇവിടെ വരുമ്പോൾ നാടിൻ്റെ പ്രശ്നം പറയാനുള്ളത് സഹകരിച്ച് പറയുകയാണുള്ളത്. ഇതാണ് കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കാണുന്ന കാഴ്ച. എന്നാൽ കൂടുതൽ കൂടുതൽ വാശിയോടെയാണ് കാര്യങ്ങൾ നീക്കിപ്പോകുന്നത് എന്നത് നാം കാണണം. നമ്മുടെ നാടിൻ്റെ അവസ്ഥയെടുത്താൽ കേരളത്തിലെ ഫലപ്രദമായ ധനകാര്യം നേടിയതിനാണ് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക നില വെച്ചാൽ ഒരു സാമ്പത്തിക പ്രയാസവും കേരളത്തിൽ ഉണ്ടാകേണ്ടതില്ല. അത്രയ്ക്ക് ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന വികസന കാര്യങ്ങൾ എല്ലാവരുടെയും അനുഭവത്തിലുള്ളത്. അംഗീകരിക്കപ്പെട്ട ചില കണക്കുകൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, 2016 ശേഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അത് നല്ല സന്ദേശമാണ് ഈ രംഗത്ത് നൽകുന്നത്. ഇവിടെ 8% വർധന ഈ 7 വർഷം കൊണ്ട് നേടാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിരിക്കുക. ആഭ്യന്തര വളർച്ചാ നിരക്ക് മാത്രമല്ല, നമ്മുടെ തനത് വരുമാനം അത് ഭീമമായ തോതിലാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഈ വർഷങ്ങളുടെ നിലയെടുത്താൽ 41% വർധനവ് തനത് വരുമാനത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തര ഉത്പാദനം അത് നേരത്തെ 5 ലക്ഷത്തിൽ പരം കോടി രൂപയായി. ഇപ്പോഴത് 10 ലക്ഷത്തിൽ പരം കോടി രൂപയായി. അപ്പോൾ ഏത് കണക്കെടുത്താലും നമ്മൾ നല്ല സാമ്പത്തിക നിലയിലാണ്. ഇനി കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം, ആ പ്രതിശീർഷ വരുമാനം എടുത്താൽ 2016 നമുക്ക് 1,48,000 രൂപയായിരുന്നു പ്രതിശീർഷ വരുമാനം. ഇപ്പോഴത് 2,28,000 രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. 1,48,000 നിന്ന് 2,28,000 വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ സാധാരണ മാനദണ്ഡങ്ങൾ വെച്ചാൽ കേരളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടതില്ല. പിന്നെ എന്തേ നമുക്ക് സാമ്പത്തിക വിഷയം വരുന്നത്? ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം അത് സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റു ചിലത് കൂടി ചേരാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ചില വിഹിതങ്ങളാണ്. അതിലൊന്ന് നികുതി വിഹിതം. നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് സാധാരണ നിരക്ക് മാനദണ്ഡം അനുസരിച്ച് നൽകേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു സുതാര്യതയും പാലിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമില്ല. തോന്നിയ പോലെയാണ് ചെയ്യുന്നത്. കേരളത്തിലൊക്കെ വലിയ ദുരിതം തങ്ങൾക്ക് വേണ്ടപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് വർദ്ധിപ്പിച്ചു. ഇതാണ്
നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിക്കും. അതേപോലെ തന്നെ റവന്യൂ കമ്മീഷനായിട്ട് അതിൽ ഇഷ്ടാനിഷ്ടം നൽകുകയും നമ്മുടെ ധനകാര്യ കമ്മീഷനുകൾ തന്നെ ആ നിലയ്ക്ക് പരുവപ്പെടുത്താനുള്ള ഇടപെടലുകൾ വരികയും എന്താ ഫലം? നേരത്തെ നമുക്ക് കിട്ടിയ തുക ലഭിക്കുന്നില്ല, അതിൻ്റെ ഭീമമായ കുറവ് വന്നിരിക്കുന്നു. ഇത് സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനത്തിലാണ് കുറവുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് കൂടി നിലവിലുന്ന സംയുക്ത പദ്ധതികൾ, അതിന് സംസ്ഥാന ഗവൺമെൻറ് പണം ചെലവ്, പിന്നീട് കേന്ദ്രത്തിൽ നിന്ന് ആ വിഹിതം വാങ്ങും, അവരുടെ വിഹിതം വാങ്ങും. പക്ഷേ ആ വിഹിതം തരുന്ന എത്രയാ? ചെറിയ സംഖ്യയിൽ 5000-ൽ പരം കോടി രൂപ കേരളത്തിന് കുടിശ്ശികയിൽ കിടക്കുക. പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒരു പൈസ തന്നിട്ടില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ കേരളത്തെ ശ്വാസം മുട്ടിക്കുക, സാമ്പത്തികമായി അങ്ങേയറ്റം ജനിക്കുക. എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നത് കാണട്ടെ എന്ന മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു വരുമാന മാർഗമാണ് വായ്പ. വായ്പ സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. അത് ഭരണഘടന ഉറപ്പു നൽകുകയാണ്. പക്ഷേ ഭരണഘടന നൽകിയ ഉറപ്പ് പാലിക്കാനല്ല കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായത്. നമ്മൾ ഭരണഘടന അനുസരിച്ച് കേരള നിയമസഭ ഒരു നിയമം തന്നെ പാസ്സാക്കി വായ്പ എടുക്കുന്ന കാര്യം. കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി ഇടപെടുന്നു. എന്നിട്ട് ആ അധികാരം കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം. മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി ഏകപക്ഷീയമായി വിധിക്കുന്നു. നമുക്ക് സംസ്ഥാനത്തിലധികം വായ്പ എടുക്കാൻ കഴിയില്ല. ഇത് തീർത്തും നിയമവിരുദ്ധം മാത്രമല്ല, നമ്മുടെ നിയമസഭയോടുള്ള വെല്ലുവിളി കൂടിയാണ്. നിയമസഭയുടെ അധികാരത്തിൽ കൈകടത്തൽ കൂടിയാണ്. ഇതോടൊപ്പം തന്നെ വേറൊരു ഭാഗവുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കിഫ്ബി പോലുള്ള പദ്ധതികൾ, ആ കിഫ്ബിയിലൂടെയാണല്ലോ ബജറ്റിന് പുറത്തുള്ള വലിയ ചെലവുകൾ നമ്മൾ നിർവഹിച്ചു പോകുന്നത്. എത്ര വലിയ പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുത്തത്. ഈ 7.5 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ 83,000 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് കിഫ്ബി മുഖേന ഏറ്റെടുത്തിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതാണ്. പദ്ധതികളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. പക്ഷേ ഏതെല്ലാം തരത്തിലുള്ള പദ്ധതികൾ. അപ്പം ഇത് അങ്ങനെ മുന്നോട്ട് പോകേണ്ട എന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി അതിന് തടയുന്നില്ല. എന്നിട്ട് പറയാണ്, നിങ്ങൾ കിഫ്ബി മുഖേന എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി പരിഗണിക്കും. എന്നാൽ ഇത് കേന്ദ്രത്തിന് ബാധകമാണ്. കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ നാഷണൽ ഹൈവേ NDPC അവരെല്ലാം ഇഷ്ടംപോലെ കടമെടുക്കുന്നുണ്ട്. അവർക്കിത് ബാധകമല്ല. ആ കടം ഇന്ത്യ ഗവൺമെൻറ് കടമല്ല. അപ്പം അത് ഞങ്ങൾക്ക് ബാധകം, നിങ്ങൾക്ക് ഇതെല്ലാം ബാധകം, നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നതാണ് ബാധകം എന്ന ന്യായമാണ് ഇന്ത്യ ഗവൺമെൻറ്. അപ്പോൾ എന്താണ് ഉദ്ദേശം? നമ്മൾ മുന്നോട്ട് പോകുന്നതിനെ തടയുക. ഇതിൻ്റെ ഫലമായി സംഭവിച്ചതെന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ കയ്യിൽ കിട്ടേണ്ട തുക, ആ തുക വെച്ചാണല്ലോ വിവിധ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുക. ആ തുകയിൽ ഭീമമായ കുറവ് വന്നിരിക്കും. എത്രയാണ് കുറവ്? 19 കൂടിയല്ല.
1,07,500 കോടിയിൽ പരം രൂപ ഈ 2016 മുതൽ ഇതുവരെ കേരളത്തിന്റെ കയ്യിൽ കിട്ടേണ്ട തുകയിലാണ് കുറവ്. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഇതിന്റെ പ്രശ്നം അപ്പോൾ സംസ്ഥാനത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക, അതൊരു ഭാഗം. ഇത് രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. അതുകൊണ്ടാണ് സംസ്ഥാനം ഇന്ത്യയുടെ പരമോന്നത കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുക. സുപ്രീം കോടതി പരിശോധന നൽകുകയാണ്. ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ വീണ്ടും കേരളത്തിൽ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. ഇതാണ് അവസ്ഥ. ഈ ഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ നവകേരള സദസ്സ് ബഹിഷ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. നാം ഭിന്നിച്ചു നിൽക്കേണ്ട ഘട്ടമല്ല. നമുക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നെയും നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കലാണ് പ്രധാനം. നിങ്ങൾ അതിന് സന്നദ്ധമാവണം. എന്നിട്ട് മറ്റൊന്നും കൂടി പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് ഞങ്ങൾ സന്നദ്ധമാണ്. വേണ്ടത് കേരളം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പ്രതികരണം? ഉടനെ വന്നല്ലോ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം, നിങ്ങളുമായി ഒരു യോജിപ്പിലുമില്ല. ഇതാണ് പ്രതികരണം. എന്താണ്? എന്തൊരു മനസ്സാണ്! കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ മനസ്സ് നമുക്ക് മനസ്സിലാവും. BJPക്ക് കേരളം സ്വീകാര്യത നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു കേരള വിരുദ്ധ മനസ്സ് രൂപപ്പെടുത്തുക. ആ കേരള വിരുദ്ധ മനസ്സിനോടൊപ്പമല്ലേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സിൽ ചേരുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിൽ എങ്ങനെ ഒരു കേരള വിരുദ്ധ മനസ്സുണ്ടാകുന്നു? ഫലത്തിൽ അതാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്തത്. ഇതിന് മാത്രമാണ് കേരളത്തെ തുടർച്ചയായി കേന്ദ്രം അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അവഗണനയ്ക്കെതിരെ എന്തെങ്കിലും ശബ്ദിച്ചു. നമ്മുടെ 20 ലോക്സഭാംഗങ്ങളിലെ 18 പേര് UDFകാരാണ്. 18-ൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിയോ? ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന, വിവേചനം, അതിനെതിരെ ശബ്ദിച്ചു. എന്തുകൊണ്ടാണ് ശബ്ദിക്കാൻ കഴിയാത്തത്? BJPയുടെ മനസ്സിൽ നീരസം ഉണ്ടാകരുതെന്ന് കോൺഗ്രസ് നേതൃത്വം 18 പേര്. അതുകൊണ്ട് സംഭവിച്ചത് കേരളത്തിന്റെ ശബ്ദം ലോക്സഭയിൽ മുടങ്ങിയില്ല. എല്ലാ ഘട്ടത്തിലും കേരളത്തിന്റെ ശബ്ദം മുഴങ്ങുകയായിരുന്നു. കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ മാത്രമല്ല, കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന പ്രശ്നത്തിൽ മാത്രമല്ല, മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന നിരവധി ഘട്ടങ്ങൾ. ആ സന്ദർഭത്തിലെല്ലാം കേരളത്തിന്റെ ശബ്ദം പ്രധാനമായി ലോക്സഭയിൽ മുഴങ്ങുകയായിരുന്നു. ഇപ്പോ ആ ശബ്ദം മുഴങ്ങുന്നില്ല. കാരണം 20-ൽ 18 UDF. ഇതാണ് സംഭവിക്കുന്നത്. അവർക്കൊരു കേരള വിരുദ്ധ മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങൾ തുടർച്ചയായി UDF കോൺഗ്രസും സ്വീകരിക്കുന്ന ഈ നിലപാട് കൃത്യമായി ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ നാട് വലുതാണ്, ഈ നാട് തകർന്നുകൊണ്ടാണ്, നാടിനെ തകർക്കുന്നതിനെ അണിനിരക്കണം. ആ ബോധത്തോടെയാണ് 10,000 ഈ സദസ്സിൽ കൊണ്ടുവരുന്നത്. ജനങ്ങളോടുള്ള പാർട്ടി. ആ 10,000 സർക്കാരിന് കൂടുതൽ കരുത്തു പകരുക. അവരെ കൃത്യമായൊരു സന്ദേശം നൽകുന്നു. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങളുടെ കൂടെ. അത് മതി. അതിനെ നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നതിൻ്റെ അഭിപ്രായം.
വേദിയിൽ മന്ത്രി ബിന്ദുവിൻ്റെ ഫോട്ടോ ക്ലിക്ക്. വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ പിന്നിലിരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിറഞ്ഞ സദസ്സിൻ്റെ ചിത്രം പകർത്തി. പ്രതിഷേധ പോയിന്റുകൾ ചോർന്നു. മുഖ്യമന്ത്രി വരും മുമ്പേ പ്രതിഷേധക്കാരെ നീക്കി. BJPക്കാരും യൂത്ത് കോൺഗ്രസുമാണ് അറസ്റ്റിലായത്. മുഖ്യമന്ത്രിയുടെ വരുന്ന വഴിയിൽ പ്രതിഷേധിക്കാൻ നിന്നവരുടെ വിവരങ്ങൾ പോലീസിന് മുൻകൂട്ടി ചോർന്നു കിട്ടിയത് പോലീസിന് തുണയായി. മുഖ്യമന്ത്രി എത്തും മുമ്പേ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനായി ഇളമ്പൂർ MES സ്കൂളിന് സമീപം നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അനീഷ് പടപ്പക്കര, സുമേഷ് ദാസ്, വിനോദ് കോണിൽ, സനൂപ് സജീർ, മനു സോമൻ, ചൈത്ര ഡി തമ്പാൻ, ബീന ജെയിംസ്, നൌഷാദ്, ലീന, റക്സൺ, അജി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പെന്നാട് വില്ലേജ് ജംഗ്ഷനിൽ പ്രതിഷേധിക്കാൻ പ്ലക്കാർഡുകളുമായി നിന്ന BJP പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പെന്നാട് പഞ്ചായത്ത് അംഗങ്ങളായ ഇടവട്ടം വിനോദ്, വിജയലക്ഷ്മി, സുനിൽകുമാർ, സ്വപ്ന, രമ്യ, ശ്രുതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മടത്തിൽ സുനിൽ, BJP പ്രവർത്തകരായ ഷാജുമോൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാളത്തൊപ്പിയും വെച്ച് പരാതികൾ പ്ലക്കാർഡുകളിൽ എഴുതി കഴുത്തിൽ തൂക്കിയാണ് ഇവർ പ്രതിഷേധിച്ചത്. നാട്ടുവട്ടം വാർത്തകൾ ഇന്നത്തെ സ്പെഷ്യൽ വാർത്ത ഇന്ന് സമാപിക്കുകയാണ്. നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടാകും. ഒപ്പം ഞങ്ങളുടെ 14 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം ലൈല ക്രിയേഷൻസിൻ്റെ 6 എന്ന ഷോർട്ട് ഫിലിം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അതൊക്കെ അയച്ചു കൊടുക്കണം. നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഒന്നിച്ചിരിക്കുക, ആ സിനിമ കാണുക, അത് ചർച്ച ചെയ്യണം. നമ്മുടെ വീടകങ്ങളിലുള്ള ഒരു നവീകരണത്തിന് അത് നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ മറ്റ് 2 ചാനലുകളായ ലൈല അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് 2 ചാനലുകളും കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10-നും 11-നും മധ്യേ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിൻ്റെ സ്നേഹം,